ആ കണ്ണുകൾ. ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ തീർച്ചയായും ഇത് കണ്ടിട്ടുണ്ടാകും അല്ലേ? പക്ഷേ ആ തിളങ്ങുന്ന കണ്ണുകൾക്ക് പിന്നിൽ ആരും കാണാത്ത ഒരു കണ്ണീരിന്റെ കഥയുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരൊറ്റ ഫോട്ടോയിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞ, പക്ഷെ ആരും ശരിക്കും അറിയാതെ പോയ മോണലീസ ബോസ്ലിയുടെ യഥാർത്ഥ ജീവിതമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരൊറ്റ ക്ലിക്ക്, ഒരൊറ്റ ഫോട്ടോ, അതോടെ നിങ്ങളുടെ ജീവിതം തലകീഴായി മറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെ ഇല്ലായിരിക്കും. പക്ഷെ മോണലിസയുടെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഒരൊറ്റ നിമിഷം മതി ജീവിതം മാറാൻ എന്ന് നിങ്ങൾ തിരിച്ചറിയും. സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാം കണ്ട ആ ചിരിക്കുന്ന മുഖമുണ്ടല്ലോ, അതവളുടെ ജീവിതമെന്ന വലിയ പുസ്തകത്തിലെ ഒരു പേജ് മാത്രമാണ്. ആ പുസ്തകത്തിന് ഇനിയും ഒരുപാട് പേജുകളുണ്ട്. അതിൽ കണ്ണീരുണ്ട്, അതിജീവനമുണ്ട്, വലിയ പോരാട്ടങ്ങളുണ്ട്. അപ്പോ നമുക്ക് ആ പേജുകൾ ഒന്നൊന്നായി മറിച്ചു നോക്കിയാലോ? നമ്മുടെ കഥ തുടങ്ങുന്നത് 2025 പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ നിന്നാണ്. കോടിക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞൊരിടം. ആ തിരക്കിനിടയിൽ കഴുത്തിൽ രുദ്രാക്ഷമാലകളുമായി നിന്ന ഒരു സാധാരണ പെൺകുട്ടി. അവൾ അറിഞ്ഞിരുന്നതേയില്ല, തൊട്ടടുത്ത നിമിഷം അവളുടെ ജീവിതം മാറിമറിയാൻ പോവുകയാണെന്ന്. അവൾ പതിവുപോലെ രുദ്രാക്ഷമാലകൾ വിൽക്കുകയായിരുന്നു. ആ തിരക്കിനിടയിൽ ഏതോ ഒരു മൊബൈൽ ക്യാമറ അവളെ ഒപ്പിയെടുത്തു. പിന്നെ നടന്നത് ചരിത്രമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ ആ കണ്ണുകൾ ഒരു കാട്ടുതീ പോലെ ഇന്റർനെറ്റിൽ പടർന്നു. അവൾ ഉറങ്ങിയെഴുന്നേറ്റപ്പോഴേക്കും ലോകം അവളെ മോണാലീസ എന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഈ വൈറൽ ചിത്രത്തിനപ്പുറം ആരായിരുന്നു ഈ പെൺകുട്ടി? ഈ പ്രശസ്തിയുടെ വെള്ളിവെളിച്ചം എത്തുന്നതിനു മുൻപ് അവളുടെ ലോകം എങ്ങനെയായിരുന്നു? ആ കഥയാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ശരിക്കും ഞെട്ടിക്കുന്നൊരു കഥ. അപ്പോ ഇതാണ് കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. നമ്മളെല്ലാം മോണലീസ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് അതല്ല. അവളുടെ പേര് മോണി ഭോസ്ലെ. പിന്നെ ആരാണ് അവൾക്ക് മോണലീസ എന്ന പേര് കൊടുത്തത്? അത് നമ്മളാണ്, സോഷ്യൽ മീഡിയയാണ്. ഡാവിഞ്ചിയുടെ പെയിന്റിങ്ങിലെ ആ നിഗൂഢ സൗന്ദര്യം അവളുടെ കണ്ണുകളിൽ കണ്ടത് നമ്മളാണ്. മധ്യപ്രദേശിലെ മഹേശ്വർ എന്നൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു മോനിയുടെ ജനനം. രുദ്രാക്ഷമാലകൾ വിറ്റാണ് അവളുടെ കുടുംബം ജീവിച്ചിരുന്നത്. പക്ഷെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം അതൊന്നുമായിരുന്നില്ല. തന്റെ 3 അനിയന്മാർക്ക് പഠിക്കാൻ വേണ്ടി അവൾ സ്വന്തം പഠനം പാതി വഴിയിൽ നിർത്തിക്കളഞ്ഞു. സഹോദരങ്ങൾ പുസ്തകങ്ങളുമായി സ്കൂളിൽ പോയപ്പോൾ മോനി മാലകളുമായി തെരുവിലേക്കിറങ്ങി. അതായിരുന്നു അവളുടെ ലോകം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ തേടിയെത്തിയ ഈ പ്രശസ്തി ഒരു അനുഗ്രഹമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊരു ശാപമായി മാറുകയായിരുന്നു. വൈറൽ ജീവിതത്തിന്റെ ആരും കാണാത്ത ഭയപ്പെടുത്തുന്ന ഇരുണ്ട വശങ്ങളാണ് പിന്നീട് അവൾക്ക് നേരിടേണ്ടി വന്നത്. ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ ഈ പ്രശസ്തി അവളുടെ ജീവിതം ശരിക്കും തകർത്തു. ഓൺലൈനിൽ വ്യാജ വാർത്തകൾ വന്നു. അവളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഫോണിൽ ഭീഷണികൾ വരാൻ തുടങ്ങി. എന്തിന്, സ്വന്തം കുടുംബത്തിനു പോലും ഈ മാറ്റം ഉൾക്കൊള്ളാനായില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആളുകൾ എപ്പോഴും ചുറ്റും കൂടും. സ്വകാര്യത എന്നൊന്ന് ഇല്ലാതായി. ഒടുവിൽ തലമുറകളായി അവർ ചെയ്തിരുന്ന ആ മാല വിൽപ്പന പോലും അവൾക്ക് നിർത്തേണ്ടി വന്നു. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് അവളുടെ അച്ഛന്റെ വാക്കുകളാണ്. എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്കവളെ പല പല ടെന്റുകളിലായി ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു. ഒരച്ഛന്റെ നിസ്സഹായതയും പേടിയും ആ വാക്കുകളിലുണ്ട്. ആലോചിച്ചു നോക്കൂ, പ്രശസ്തി എത്ര വലിയ ഭാരമാണ് ആ പാവം കുടുംബത്തിന് നൽകിയതെന്ന്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ ഒരു രക്ഷയ്ക്കായി അവൾ ഓടിയെത്തിയത് എങ്ങോട്ടാണെന്നറിയാമോ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നമ്മുടെ കേരളത്തിലേക്ക്. എന്തുകൊണ്ടാണ് അവൾ കേരളം തിരഞ്ഞെടുത്തത്? ആ ഒരൊറ്റ തീരുമാനമാണ് അവളുടെ ജീവിതം പിന്നീട് മാറ്റിയെഴുതിയത്. അവൾ ആദ്യമായി കേരളത്തിൽ വിമാനമിറങ്ങുന്നത് ഒരു കട ഉദ്ഘാടനത്തിനായിരുന്നു. പക്ഷേ രണ്ടാമത് അവൾ ഇങ്ങോട്ട് വന്നത് സ്വന്തം ജീവിതം രക്ഷിക്കാനാണ്. താൻ പ്രണയിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ നേരെ കയറിച്ചെന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഒടുവിൽ 2026 മാർച്ച് 11 പോലീസുകാരുടെ കാവലിൽ ആ ക്ഷേത്രമുറ്റത്തുവെച്ച് അവൾ ഫർമാൻ ഖാന്റെ കൈ പിടിച്ചു. ഇതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, അതൊരു നിലപാടായിരുന്നു. പ്രായപൂർത്തിയായൊരു പെൺകുട്ടിക്ക് സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കാൻ അവകാശമുണ്ടെന്ന് അവൾ ലോകത്തോട് ഉറക്കെ പറഞ്ഞു. കുടുംബത്തിന്റെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് താൻ സ്നേഹിക്കുന്ന ആളോടൊപ്പം ജീവിക്കാൻ അവൾ കാണിച്ച ആ ധൈര്യം, അത് ശരിക്കും വലുതായിരുന്നു. പ്രണയത്തിനു വേണ്ടി ഇത്രയും ധൈര്യം കാണിച്ച അവൾ തന്റെ കരിയറിലും എല്ലാവരെയും ഞെട്ടിച്ചു. സിനിമയിൽ അഭിനയിക്കാനൊരു വലിയ അവസരം കിട്ടി. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ വാർത്ത ആ സിനിമയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അവൾ എന്തു ചെയ്തു എന്നുള്ളതാണ്. ദി ഡയറി ഓഫ് മണിപ്പൂർ, ഇതായിരുന്നു അവളുടെ ആദ്യത്തെ സിനിമ. അതിന് പ്രതിഫലമായി അവൾക്ക് കിട്ടിയത്
21 ലക്ഷം രൂപ. ഒരു മാല വിൽപ്പനക്കാരിയെ സംബന്ധിച്ച് അതൊരു സ്വപ്നത്തിനും അപ്പുറത്തുള്ളൊരു തുകയാണ്. ആ പണം കൊണ്ടവൾ എന്തു ചെയ്തോന്നറിയാമോ? അവളുടെ മറുപടി ഇതായിരുന്നു: എനിക്ക് ലക്ഷറി കാറുകളോ വലിയ വീടോ ഒന്നും വേണ്ട. എന്റെ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പഠിക്കാനൊരു സ്കൂൾ വേണം. എനിക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം എന്റെ നാട്ടിലെ ഒരു പെൺകുട്ടിക്കും നഷ്ടപ്പെടരുത്. ഇതാണ് മോനി ഭോസ്ലെ. പ്രശസ്തി അവളുടെ തലയ്ക്ക് പിടിച്ചില്ല, പകരം അത് അവളുടെ ഹൃദയത്തെ കൂടുതൽ വലുതാക്കി. സ്കൂൾ പണിയുമെന്ന് അവൾ വെറുതെ പറഞ്ഞതല്ല, അതിനുവേണ്ടി അവൾ വീണ്ടും ഒരു വിദ്യാർത്ഥിയായി. ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിയാതെ പോയ ഹിന്ദി അക്ഷരങ്ങൾ അവൾ വീണ്ടും പഠിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ നന്നായി നിൽക്കാൻ ആക്ടിംഗ് ക്ലാസുകൾക്ക് പോയി. ശരീരം വഴങ്ങാൻ കഥക് പഠിച്ചു. ഓരോ ദിവസവും അവൾ സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ മോണലിസയുടെ ഈ അവിശ്വസനീയമായ ജീവിതയാത്രയിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? അവളുടെ കഥ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്താണ്? ഇതാണ് മോണലിസയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. യഥാർത്ഥ ശക്തി എന്നു പറയുന്നത് പണമോ പ്രശസ്തിയോ അല്ല. അത് നമുക്ക് കിട്ടുന്ന ചെറിയൊരു അവസരം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ മനസ്സാണ്. മോണലിസ നമുക്ക് കാണിച്ചു തന്നതും അതുതന്നെ. രുദ്രാക്ഷമാല വിറ്റിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറിയ മോനി ഭോസ്ലെയുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: പഠിക്കാൻ ഒരു പ്രായവുമില്ല, വളരാൻ അതിരുകളില്ല, പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി പോരാടാൻ ഒരിക്കലും വൈകിട്ടുമില്ല. അവസാനമായി ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. മോണലിസ തന്റെ സ്വപ്നങ്ങൾക്കായി ഒരുപാട് ത്യജിച്ചു, പലതിനെയും നേരിട്ടു. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാണ്? എന്താണ് നിങ്ങളുടെ ഉത്തരം? ഒന്ന് ചിന്തിച്ചു നോക്കൂ.